ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഏകദേശം ഒരു 90 പോയിന്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഇന്ന് കിട്ടിയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് എല്ലാം തന്നെ ലോവർ ആയിരുന്നു. കൂടാതെ തന്നെ ഇന്ന് കോൺഗ്രസ് സെബിക്കെതിരെ കുറച്ച് അന്വേഷണങ്ങളൊക്കെ വേണമെന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഉണ്ടായിട്ട് കൂടിയും ഇന്ന് നിഫ്റ്റി പോസിറ്റീവിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഇന്ന് എല്ലാ ഇൻഡെക്സും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഫിൻ നിഫ്റ്റിയും ബാങ്ക് എക്സും എല്ലാ ഇൻഡെക്സും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ഈവൻ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയ ഗംഭീര പ്രകടനത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ബജാജ് ട്വിൻസ്, ഹീറോ മോട്ടോ കോർപ്പ്, HCL ടെക് തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റി 50യിൽ നിഫ്റ്റീനെ മുന്നോട്ട് ഗെയിൻ ചെയ്യാൻ, മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്നാൽ ഇതേ ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ടാറ്റ മോട്ടോഴ്സ് നിഫ്റ്റീനെ താഴേക്ക് ഇടാനായിട്ട് ശ്രമിച്ചു. ഇന്ന് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നത്. മെക്വറിയും ഈവൻ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് ലോവർ ആക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ PMI ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. അതും അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരുന്നില്ല വന്നത്. 3 മന്ത് ലോയാണ് ഇന്ത്യയുടെ PMI ഡേറ്റയും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. 2 ദിവസം അവധിക്ക് ശേഷം നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 25,340 എന്ന റേഞ്ചിൽ നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അതിനുശേഷം പതിയെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അവസാനം 25,273 നിഫ്റ്റിയുടെ ക്ലോസിംഗ് നടത്തിയത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58,000-ഉം ബ്രന്റ് ഓയിൽ 76-ഉം ഗോൾഡ് 2,500 സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് പോയി. $2,499 ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിൽ നിന്ന് 3ാമതാണ് ഗോൾഡ്, 2ാമത് ബ്രന്റ് ഓയിൽ, ഏറ്റവും ടോപ്പിലാണ് ബിറ്റ്കോയിൻ നമ്മൾ പറഞ്ഞത്. പിന്നീടുള്ളത് ഏഷ്യൻ മാർക്കറ്റാണ്. X200 ഓസ്ട്രേലിയ, ഷാങ്ഹായ് ചൈന, കോസ്പി കൊറിയ, നിക്കി ജപ്പാൻ മാർക്കറ്റ്. ഈ 4 ഏഷ്യൻ മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും പോസിറ്റീവായിരുന്നു. എന്നാൽ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. തൊട്ട് താഴെയുള്ളത് ഡോ ഫ്യൂച്ചറാണ്. US മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഇന്ത്യൻ സമയം വൈകിട്ടാണ്. എങ്കിലും ഡോ ഫ്യൂച്ചർ ഇന്ത്യൻ സമയത്തിന് എപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 5% സ്പൈക്ക് ചെയ്ത് 14. ഈ ഏറ്റവും താഴെ കാണുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. അത് ജർമ്മൻ ഉണ്ട്, UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. അത് 3 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റി ഇപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ. 23,727 ഫിൻ നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR 0.96 മേജർ റെസിസ്റ്റൻസ് സോൺ ഇപ്പോൾ 24,000 നിലകൊള്ളുന്നുണ്ട്. സപ്പോർട്ട് അത്ര സ്ട്രോങ് സപ്പോർട്ട് ഇല്ല. കാരണം നേരെ സൂചിപ്പിച്ച പോലെ തന്നെ PCR 0.96 അപ്പോൾ അത്ര പുട്ട് വലിയ വിശ്വാസത്തോടെ അല്ലെങ്കിൽ വലിയ ധൈര്യത്തോടെ ഒന്നും ആളുകൾ ഷോർട്ട് ചെയ്തിട്ടില്ല നാളത്തെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ. കാരണം നമ്മൾ നേരത്തെ കണ്ടു ഏഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, US മാർക്കറ്റ് ഫ്ലാറ്റ് വിത്ത് കുറച്ച് മോഡറേറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ PMI ഡേറ്റ, GDP ഡേറ്റ, കോൺഗ്രസ് സെബി ചെയർമാനെതിരെയുള്ള ചെറിയൊരു കൺസേൺ, അതല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിലൊക്കെയാണ്. അപ്പോൾ എന്താവും, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് എന്നുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്കറിയില്ല. അസഫ്നോ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ മാർക്കറ്റ് പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു ആളും കൂടി ഇന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ വിക്സ് ആണ്. 5% വർധനമാണ് ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ട സാധ്യതകൾ സൂചിപ്പിക്കുന്നതാണല്ലോ ഇന്ത്യ വിക്സ്. അപ്പോൾ ആ ഒരു ഇന്ത്യ വിക്സ് ആണ് മേൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് 5% ഒരു സ്പൈക്ക് ആയിട്ടുള്ളത്. ന്യൂസുകൾ നമ്മൾ പറയുന്നുണ്ട്, അതിൻ്റെ പുറകിലുള്ള റീസൺ നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം കൺക്ലൂഡ് ആക്കുന്നത് നമ്മൾ ഓരോ ആളുകളാണ്. കാരണം ഓരോ ആളുകളുടെയും വ്യൂ വ്യത്യസ്തമാണ്. ഓരോ ആളുകളും അവരവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഇതിനെ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണുള്ളത്. ആളുകളുടെ പൈസ ഇട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക വിഭാഗത്തിലേക്ക് ബയാസ് ആകുന്നില്ല. അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യൂ ഒന്നും തന്നെ നമ്മൾ ന്യൂസിൽ ഷെയർ ചെയ്യുന്നുമില്ല. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യമുള്ളത് ഗുജറാത്ത് ഗ്യാസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഗുജറാത്ത് ഗ്യാസ് ഇന്ന്
പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പ്രധാനമായിട്ടും ഗുജറാത്ത് ഗ്യാസ് മെർജർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. JSPSഉം JSPLായിട്ട് ഗുജറാത്ത് ഗ്യാസ് മെർജർ അനൗൺസ് ചെയ്തു. NBCC കമ്പനി ഇവരുടെ ഷെയർ ബൈബാക്ക് എല്ലാം തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടി. 182 കോടി രൂപയുടെ ഓർഡർ. മാരുതി സുസുക്കി ഇവരുടെ ഓൾട്ടോ K10ൻ്റെ വില കുറയ്ക്കുകയാണ് എന്നുള്ള ന്യൂസാണ്. ഒരുപാട് കാറുകൾ വരുന്നുണ്ട്, വലിയ തോതിൽ മത്സരമുണ്ട്. EV കാറുകൾക്ക് മത്സരമുണ്ടെങ്കിൽ കൂടിയും വില കുറച്ച് കാറ് കൊടുക്കുന്ന കാര്യത്തിൽ അതിന് മാരുതിനെ വെല്ലാനായിട്ട് വേറെ കമ്പനി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. L&T കമ്പനി ഇവരുടെ റിന്യൂവബിൾ EPC ബിസിനസ് ചെയ്യാനായിട്ട് ഒരു പുതിയ സബ്സിഡിയറി കമ്പനിയെ ഫോം ചെയ്യാനായിട്ട് L&T തീരുമാനമായിട്ടുണ്ട്. അദാനി എനർജി കമ്പനിയും ഇവർക്ക് 7 GW കപ്പാസിറ്റിയുള്ള പുതിയ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് കിട്ടി. ടാറ്റയുടെ ഭാഗത്തു നിന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ EV കർവ് ICV ലോഞ്ച് ചെയ്തു. 10 ലക്ഷം രൂപയാണ് ഉള്ളത്. പനോരമിക് സൺറൂഫ് ഉണ്ട്, 360 ക്യാമറ ഉണ്ട്, അഡാസും ഉണ്ട്. അദാനി പോർട്ട് ഇവരുടെ കാർഗോ വോളിയം 5% ഒരു വർധനവ് കണ്ടു. വരുൺ ബിവറേജസ് കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ 30 കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുൺ ബിവറേജസ് എന്ന് പറയുന്നത് പെപ്സിയുടെ ബിസിനസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് വരുൺ ബിവറേജസ് ആണ്. ഇന്നോക്സ് വിൻഡ് കമ്പനി 350 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. മാക്സ് ലിമിറ്റഡ് 2500 കോടി രൂപ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കമ്പനി മുടക്കാൻ തീരുമാനിച്ചു. അതുൽ ഓട്ടോ ഹയർ സെയിൽസ് ഇവർക്ക് ലഭിച്ചു. ആക്ച്വലി എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ വീക്ക് ഓട്ടോ സെയിൽസ് ആണ്. അപ്പോൾ അതുൽ ഓട്ടോ ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. IPO ആയിട്ട് ബന്ധപ്പെട്ട 2 ന്യൂസാണ്. പ്രീമിയർ എനർജീസ് IPO അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ മികച്ച രീതിയിലുള്ള ഒരു ഡിമാൻഡ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഏകദേശം 116% എൻ്റെ ഒരു പ്രീമിയം സ്പൈക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ IPOയിലേക്ക് വരുമ്പോൾ ഗാല പ്രിസിഷൻ എനർജി IPO അത് ഇന്ന് സബ്സ്ക്രിപ്ഷന് വേണ്ടി തുടർന്നു. സ്കൈ ഗോൾഡ് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. 270 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഡൈനാകോൺ സിസ്റ്റം കമ്പനി 155 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടെമ്പോ ഗ്ലോബൽ കമ്പനി ഇവർ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ലോഞ്ച് ചെയ്തു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ടെമ്പോ ഗ്ലോബൽ ഇന്ന് ഏകദേശം ഒരു 10% ഗെയിൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച IPO ഡീറ്റെയിലും ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് കേട്ടോ. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. നമുക്ക് ആകെ ഒരു ടെലഗ്രാം ചാനലാണ് ഉള്ളത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം മാത്രമുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. ഞാൻ ഈ മാത്രം എന്നുള്ളത് അണ്ടർലൈനായിട്ട് പറയാൻ കാരണം നമ്മളുടെ പേര് സെർച്ച് ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ട്രേഡ് വഴിയിൽ നിന്ന് സെർച്ച് ചെയ്യും. ഇതിൻ്റെ എല്ലാം തന്നെ ഡമ്മി ചാനൽസൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കറിയാം ടെലഗ്രാം എന്ന് പറയുന്നത് അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ആപ്പല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഓരോ ആളുകളാണ് നമ്മൾ ന്യൂസിൽ പറയുന്ന ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്യില്ല, അവരുടെ ബ്രൗസറിൻ്റെ സെറ്റിങ്. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ സഹായം തേടുക, അല്ലാതെ സ്വയം സെർച്ച് ചെയ്യേണ്ട. ഇനി ജോയിൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, മറ്റുള്ള ഫേക്ക് ചാനലിൽ ജോയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ കൃത്യം 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റും നാളെയുള്ള അപ്ഡേറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിഫ്റ്റി വാല്യൂസ് എല്ലാം നമുക്ക് നോക്കാം. നിഫ്റ്റി ഈവൻ ഓൾമോസ്റ്റ് നമ്മുടെ മാർക്കറ്റ് നമ്മൾ ന്യൂസ് ചെയ്യുന്നതിന് ശേഷവും ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാല്യൂസ് ചേഞ്ച് ആയേക്കാം. അപ്പോൾ ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് നിഫ്റ്റി പറഞ്ഞ വാല്യൂ അല്ലല്ലോ ഉള്ളത് ഉള്ളതെന്ന്. നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഉദാഹരണത്തിന് ക്രിപ്റ്റോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോയുടെ വാല്യൂ ആയിരിക്കില്ലല്ലോ അപ്പോൾ ഉള്ളത്. കാരണം എന്താ, ക്രിപ്റ്റോ 24 hour ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശുഭദിനം. താങ്ക് യു ഓൾ.